നാട്ടിലെ പക്ക പാളയം മാർക്കറ്റിലൂടെ നടക്കുന്ന ഒരു ഫീലാണ് ഈ ഒരു മാർക്കറ്റിലൂടെ വരുമ്പോൾ കിട്ടുന്നത്. ശരിക്കും ഫ്രൂട്ട്സ് ആയാലും അല്ലാന്നുണ്ടെങ്കിൽ വെജിറ്റബിൾസ് ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും ഇപ്പോൾ ഡ്രസ്സസ് ഐറ്റംസ് ആയാലും അതായത് ഇവിടുത്തെ സാധാരണക്കാരനായ ജനങ്ങൾക്ക് എത്രത്തോളം വില കുറച്ച് കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം വില കുറച്ച് വേണ്ട സാധനങ്ങൾ കിട്ടും. നല്ല രസമുള്ളൊരു മാർക്കറ്റ്. ഇതിലൂടെ നടക്കുമ്പോൾ ശരിക്കും നമ്മളെ നാടിൻ്റെ ഒരു ഫീലിംഗ് നമുക്കിങ്ങനെ കിട്ടും. NSJ ബസാർ എന്നാണ് ഈ മാർക്കറ്റിനെ അറിയപ്പെടുന്നത്. അത് ശേഷാമ്പേ ബസാർ എന്ന് പറയും. അവിടെ ബസാർ എന്നാണ് മാർക്കറ്റ് പറയും. നമ്മുടെ കോഴിക്കോടിൻ്റെ ചില ഭാഗങ്ങളിൽ മാർക്കറ്റിൻ്റെ നാട്ടിൽ മറ്റേ ഏതെടുത്താലും 10 എന്നൊക്കെ വിൽക്കുന്ന മാതിരി തന്നെ ഇവിടെ ഒരു കാര്യമാണ്. ഏതെടുത്താലും 7.5 ലിറ എന്ന് പറഞ്ഞാണ്. മിക്ക എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ്. അന്നേരം സമയങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ഈ മാർക്കറ്റിൽ ഭയങ്കര തിരക്കാണ് ആൾക്കാർ. അതായത് ഇവിടുത്തെ ലോക്കൽസ് ഏറ്റവും കൂടുതൽ പർച്ചേസ് ചെയ്യുന്നത് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഡ്രൈ ഫ്രൂട്ട്സ് ആയാലും സൺഫ്ലവർ സീഡ് അങ്ങനത്തെ കുറേ ഐറ്റംസ്. പിന്നെ തുർക്കിയുടെ സ്വന്തം മാറ്റ്സ്, എല്ലാ തരത്തിലുള്ള മാറ്റുകൾ. ഈ മാർക്കറ്റിലൂടെ നടക്കുന്ന സമയത്ത് നമ്മളുടെ നാട്ടിലെ ഒരു മിഠായി തെരുവിലൂടെയൊക്കെ പോണ ഒരു ഫീലാണ് ശരിക്കും കിട്ടുക. ഇത് വല്ലാതെ മിസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഏരിയയിലൂടെ വന്നിപ്പോൾ മാറ്റി വെക്കാൻ കഴിയാത്ത സാധനമാണ് ഒലീവ്. ഒലീവ് തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് പല കളറിലായാലും ഒലീവ്സ് മാർക്കറ്റിലുണ്ടാവും. ഒരു ട്രക്കിലുണ്ട് ഡിഫറെൻറ്റ് ടൈപ്സ് പനീർ മാത്രമായിട്ടുള്ള പല ഐറ്റം പനീറുകൾ. Karadeniz patladı. Hadi kal. Mantar bitiyor abla. Haydi mantar biterken dayı. Bu ovada bu mantar dayı. മുളക് ഫ്രൂട്ടുണ്ട്, കത്തിരിക്ക ഫ്രൂട്ട്, തക്കാളി, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം വെച്ചാൽ ഇവിടുത്തെ മാർക്കറ്റിലെ ആൾക്കാർ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ഇതുപോലുള്ള വണ്ടികളുമായിട്ട് സാധനമുണ്ട്. അതുകൊണ്ടാണ് ആൾക്കാർ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇറങ്ങുന്നത്. അത് ഭയങ്കര രസമായിരുന്നു.